വില ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഒരു 4 പറയണത്. 4 ലക്ഷം സെന്റിന്. ഓ അപ്പോൾ വലിയ എമൗണ്ട് വരും. അത്രയും ബഡ്ജറ്റ് എൻ്റെ അടുത്ത് ഇല്ല. എന്നാൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നോക്കാം നമുക്ക് വരുമ്പോൾ. അയ്യോ അങ്ങനല്ല, എന്തെങ്കിലും ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ അതിനകത്ത് നടക്കും. ഇതെനിക്ക് ഇഷ്ടമായി സംഭവം, നമുക്ക് എടുക്കാം. വേറെ കരാറും ഇതൊന്നും വേണ്ട. 1, 2, 3 നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഒന്ന് അടുപ്പിച്ച് പറഞ്ഞാൽ നമുക്കത് താല്പര്യം ഉണ്ട്. എത്രയ്ക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പറയും? ഒരു സെന്റിന് 3 രൂപ വെച്ച് കിട്ടുമെങ്കിൽ നമുക്ക് ആലോചിക്കാം. 3 രൂപ? ആ അല്ല, ഞാൻ ആ പരിസരത്തൊക്കെ അന്വേഷിച്ചു, അതൊരു മാക്സിമം റേറ്റ് ആണത്. ഒരു കാര്യം ചെയ്യാം നമുക്ക്. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 മുറിക്കാം. ഓക്കെ കേട്ടോ. അപ്പൊ ഞാൻ ഒന്നും കൂടി ചെന്നൊന്ന് കാണാതെ, അകത്തൊന്നും കാണാൻ പറ്റിയില്ല. അതിന് എങ്ങനെ നിങ്ങൾ വരുന്ന സമയത്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ മറ്റേ സുഗതനെയോ അല്ലെങ്കിൽ മൊയ്തുവിനെയോ പറഞ്ഞു വിടാം. വേണ്ട, ഞാൻ അതിലെ പോകുമ്പോ കയറി ഞാൻ കണ്ടോളാം. വേറെ പരിസരമൊക്കെ ഓക്കെ, വീടിന്റെ അകമൊന്ന് കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ അഡ്വാൻസ് തരേണ്ടി വരും? നമുക്ക് എത്രയാണ് ഇപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ഒരു 5 രൂപ തരാം. 5 മതിയാവില്ല, ഒരു 10 ആക്കത്. അയ്യോ 10 ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ലോണും കൂടി എടുത്തിട്ടാണ് ഞാനത് ചെയ്യണത്. അതെയോ? ഒരു കൂട്ടി പിടിച്ച ഒരു 6 രൂപ സംഘടിപ്പിച്ച് തരാൻ. 6 രൂപ അഡ്വാൻസ് ചെയ്യാം. നമുക്ക് ഒരു മാസം കൊണ്ട് രജിസ്ട്രേഷൻ നടത്താം. അധികം സമയം വേണ്ട. കുഴപ്പമില്ല 6. അപ്പൊ 6 വെച്ചോ കേട്ടോ. അത് കണക്കാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മുറിക്കാം. മുറിക്കാം. ഓക്കെ ശരി. ഹലോ, മന്മഥനല്ലേ? മന്മഥ, നമുക്കൊരു ഉഗ്ര കേസ് ഒത്തു വന്നിട്ടുണ്ട്. 2 രൂപയ്ക്ക് നമുക്കത് മുറിക്കാം. കാരണം അതിൽ കൂടുതൽ കിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിലും കുറച്ചാണ് കിട്ടുന്നതെങ്കിലോ കേട്ടാ. പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് 2 കൊടുത്തേക്കാം. ഓക്കെ. ശരി. ആയിക്കോട്ടെ. എൻ്റെ പേര് പാരിജാതൻ. ഞാൻ ഈ വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി നാളെ അഡ്വാൻസ് കൊടുക്കുകയാണേ. അപ്പോൾ പുറത്തുനിന്നേ ഒന്ന് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അകത്തൊക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടി വന്നതാണ്. അച്ഛനിപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടിയിട്ട്. അയ്യോ കഷ്ടമല്ലേ. എപ്പോൾ വരുമെന്ന് അറിയോ? വൈകുന്നേരം ആവുമെന്ന് തോന്നുന്നു. ആണോ? ഒരു ഉദ്ദേശം എത്ര? 5 മണിയൊക്കെ. ശരി, എന്നാൽ ഞാൻ പോയിട്ട് ഒരു 5 മണി കഴിയുമ്പോഴേക്കും വരാം. അല്ല, വീട് കയറി കാണാനാണെന്നല്ലേ പറഞ്ഞേ? കയറി കണ്ടോളൂ. അല്ല, ബുദ്ധിമുട്ടാവോ? തനിച്ചല്ലേ ഉള്ളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല സാർ. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടേക്കട്ടെ. ശരി. ഇഷ്ടായോ? എന്ത്? അല്ല, വീട് ഇഷ്ടായോ? ഇഷ്ടമായി എല്ലാം ഇഷ്ടമായി. ഞാനിത് ഉറപ്പിച്ച്. അല്ല സാർ എത്രയ്ക്കാ വാങ്ങുന്നത്? ഞാൻ സെന്റിന് 3 ലക്ഷം രൂപ വെച്ച്. 3 ലക്ഷം രൂപയോ? അതെ, 3 ലക്ഷം. എന്ത്? ഞങ്ങളോട് 2 ലക്ഷം എന്നാ പറഞ്ഞത്. 2 ലക്ഷോ? അതെങ്ങനെ? 1000 രൂപ അഡ്വാൻസ് തന്നിട്ട് ഒരു മുദ്രപത്രത്തിൽ കരാർ എഴുതിയതിന് ആ സത്യശീലിന് 27 ലക്ഷം രൂപ ലാഭോ? എന്റെ ദൈവമേ. എന്നോട് നാളെ 6 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്നാ പറയണ സത്യശീലനി. കഷ്ടകാലത്തിന് അച്ഛൻ അയാളെ പോയി കണ്ടത്. എത്ര പേര് നല്ല വിലയ്ക്ക് സ്ഥലം മേടിക്കാൻ വന്നാന്നറിയോ? അയാളതെല്ലാം മുടക്കി. ഗതികെട്ട അച്ഛൻ 2 ലക്ഷത്തിന് സ്ഥലം ഓക്കെ ആണെന്ന് പറഞ്ഞു. അതെ, ഈ എഴുതിയ കരാറിന്റെ കോപ്പി വല്ലതും ഉണ്ടാവോ? കോപ്പി അത് അച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവും. സ്റ്റാമ്പ് പേപ്പറിൽ കരാർ എഴുതി കൊടുത്തു പോയില്ലേ? ഇനി എന്താ ചെയ്യണ? എന്താ പേര്? ദമയന്തി. ദമയന്തി ഒന്ന് മാറുമോ? എന്തി? ഷൂ ഒന്ന് എടുക്കാം. കൊണ്ടുവരാം.
അച്ഛാ, ആ അച്ഛനത് കണ്ടോ? മോൾ ഇത് കണ്ടോടി? രക്തത്തിൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുന്നത് ഹൃദ്രോഗ സാധ്യത കൂട്ടുമെന്ന് പുതിയ പഠനങ്ങൾ. അത് പുതിയ അറിവാണ്. അതല്ല, ഇത് കണ്ടോ? എന്താ നിന്റെ ഫോണ്? എന്താണ്? സിനിമയാ? കോമഡിയാ? അല്ല, പാട്ടോ? എന്താ? നോക്ക്. ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ അല്ലേ? അതെ, ആ 6 നമ്പറാ. 6 നമ്പർ നമ്മുടെ അല്ലേ? നമ്മുടെ നമ്പർ അല്ല. ആ സോഷ്യൽ മീഡിയ മൊത്തം നമ്മുടെ വീടിന്റെയും പറമ്പിന്റെയും ഫോട്ടോയാ വിൽക്കാനുണ്ടെന്നും പറഞ്ഞു. ആ സതീശന്റെ നമ്പറാ കൊടുത്തേക്കുന്നത്. അയാളുടെ നമ്പറാ അല്ലേ? ആ, ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ വീട് വിൽക്കാനിട്ട പോലെ ഉണ്ട്. അല്ല, നമ്മള് വീട് വിൽക്കാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അയാൾ അങ്ങനെ ശ്രമിക്കണതായിരിക്കും. നമുക്കറിയാല്ല, നമ്മളിപ്പോൾ എത്ര പ്രാവശ്യമായിട്ട് ഇത് ശ്രമിക്കുന്നുണ്ട്. എത്രയോ പേര് വന്ന് നോക്കി, വല്ലതും നടന്നില്ലല്ലോ. ഓരോ ആൾക്കാർ വന്നിട്ട് ഇത് പട്ടിക്കാടാണെന്ന് പറയുന്നു, വീട് സൗകര്യമില്ല എന്ന് പറയുന്നുണ്ട്, പിന്നെ അതുപോരാ ഇത് പോരാ. ഇപ്പം കിട്ടണ വിലയ്ക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് ആരും വരണില്ല അല്ലേ? 1000 രൂപയുടെ ഒരു കരാർ എഴുതിയിട്ട് അല്ലാത്ത എന്താ ഉള്ളതെന്ന് അച്ഛൻ വായിച്ചെങ്കിലും നോക്കിയായിരുന്നോ? അത് ഞാൻ നോക്കിയില്ല. അല്ല, അതിപ്പോൾ വലിയ പ്രശ്നമില്ല. മാത്രമല്ല, ഈ പ്രദേശത്ത് മിക്കവാറും കച്ചവടങ്ങളൊക്കെ അയാളാണ് ചെയ്യണത്. അതുകൊണ്ട് നമ്മളത് അയാൾ തന്നെ വിറ്റ് തരും. എന്തായാലും സ്ഥലം കയ്യിൽ നിന്ന് പോവോ? ഏയ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, നമുക്കിത് വേറെ ആർക്കെങ്കിലും വിൽക്കാനെങ്കിലും പറ്റുമോ? എന്താ വിൽക്കാൻ പറ്റാത്ത? നമ്മുടെ സ്ഥലമല്ലേ മോളെ. അതെങ്ങനെ പറ്റും? എന്തേ? അച്ഛൻ സതീശനിൽ നിന്ന് 1000 രൂപ അഡ്വാൻസ് മേടിച്ച് കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തില്ലേ? അത് കുഴപ്പമാവോ? കുഴപ്പമാവാതിരുന്നാ കൊള്ളാം. ഹലോ, ആ ഇതിവിടെ ഓഫീസിലുണ്ട്. ആ ഓ, വന്നാൽ മതി. ഓക്കെ സാർ. തീണ്ടോ? നമസ്കാരം. ഇല്ല, ഇപ്പൊ നല്ല സമയ അഡ്വാൻസ് ആയിട്ട് കൊടുത്തോളൂ. അല്ല, അഡ്വാൻസ് ഞാൻ കൊടുത്ത്. അഡ്വാൻസ് ഞാൻ 6 ലക്ഷം രൂപ കൊടുത്ത്. എവിടെ കൊടുത്ത്? മന്മഥേട്ടന് കൊടുത്ത്. അയ്യോ, അതെന്തിനാ അവിടെ കൊടുത്തത്? അഡ്വാൻസ് ഇവിടെയല്ലേ കൊടുക്കണ്ടേ? അല്ല, ഞാൻ ആ പേപ്പർ പരിശോധിച്ചു. ഇല്ല, അത് എന്റെ ഭൂമിയാണ്, എന്റെ വീടും എന്റെ വളപ്പുമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും? സുഹൃത്തെ, ഞാൻ എന്റെ പേരില് കരാറാക്കിയിട്ടുള്ള ഭൂമിയാണത്. അല്ല, ഞാൻ പേപ്പർ പരിശോധിച്ച്. അപ്പൊ രജിസ്റ്റേർഡ് ലാൻഡ് ഓണർ മന്മഥനാണ്. അപ്പൊ മന്മഥന് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ട് 1 രൂപ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഞാൻ കരാർ എഴുതി മേടിച്ച് വൈറ്റ് പേപ്പറിൽ. അല്ല, അതെങ്ങനെ ശരിയാവുന്ന ഞാൻ ചോദിക്കണത്? അത് എന്റെ ഭൂമിയല്ലേ. ഒരു ഭൂമിക്ക് 2 കരാർ എങ്ങനെ വരും? അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്ത കരാറാണ് വരെ നിലനിൽക്കുള്ളൂ. അത് മനസ്സിലാക്കുക ആദ്യം നിങ്ങൾ. ഇല്ല, നിങ്ങള് സാധാ ഒരു കരാറാ വെച്ചിട്ടുള്ളത്. ഞാൻ ആ പേപ്പർ പരിശോധിച്ച്. മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തന്നതല്ലേ? അപ്പൊ അത് മറച്ചു വെക്കാനുള്ള അധികാരം സാറിനാണ്. ഇല്ല, അതിന് വാല്യൂ അല്ല. അത് എന്ത് വാല്യൂ ഇല്ല? എന്റെ സത്യശീല രജിസ്റ്റർ ചെയ്യാതെ മുദ്രപത്രത്തിൽ എഴുതിയ കരാറിന് കോടതിയിൽ 10 പൈസയുടെ വില കിട്ടൂല. വേണ്ടി വന്നാൽ തനിക്ക് കോടതിയിൽ പോകാം. ആ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടും. ആകെ 1000 രൂപയല്ലേ അഡ്വാൻസ് കൊടുത്തുള്ളൂ. ആ 1000 രൂപ മേടിക്കണേ 40-40,000 രൂപ മുടക്കി നിങ്ങൾ കോടതിയിൽ നടക്കണം. താൻ ആരോടെ എന്നെ നിയമം പഠിപ്പിക്കാം? അങ്ങനെയാണെങ്കിൽ താൻ കൊടുത്ത് കച്ചവടം ചെയ്യുന്നത് കാണട്ടെ. 2 കാര്യം നടക്കില്ല. സാറാരാന്ന് അറിയാലോ. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാനേ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണ ഒരു വക്കീലാണ്, അഡ്വക്കേറ്റ് പാരിജാതൻ. അതെ, നിങ്ങളെപ്പോലുള്ളവർക്കൊരു ധാരണയുണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിട്ട സിംല കരാറിൽ ഒപ്പിട്ട പോലെയാണെന്ന്. രജിസ്റ്റർ ചെയ്യാത്ത കരാറിന് ഒരു വാല്യൂ ഇല്ല. അത് മനസ്സിലാക്കിക്കോ. കല്ലൂർട്ടിയിൽ വരുമ്പോഴേ വീട്ടിലൊന്ന് കയറിക്കോ, ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. മറിമായം